കെ ടി ജലീൽ എങ്ങനെയാ ലീഗ് വിടുന്നത്? നമ്മൾ അവിടെ മുതൽ തുടങ്ങണം. കെ ടി ജലീൽ എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ്, ആ നേതാവ് ആ സംഘടനക്കകത്തുള്ള ക്രമക്കേടുകളെ, അഴിമതിയെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് പുട്ടടിച്ചതിനെതിരെ അവർക്കുള്ളിൽ പരാതി കൊടുത്തു. അതിനും ഒരു മറുപടിയുമില്ലാതെ ദിവസങ്ങളും മാസങ്ങളും കാത്തുനിന്ന് പിന്നീട് പുറത്തു പറഞ്ഞു. അങ്ങനെ പുറത്തു പറഞ്ഞ് മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ മലർത്തിയടിച്ചു. നമ്മളത് കാണണ്ടേ? ആ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ എം കെ മുനീർ, ഇങ്ങനെ നിരവധി നേതാക്കന്മാർ അങ്ങ് തോറ്റു. എന്താ തോൽക്കാൻ കാരണം? ജനം മനസ്സിലാക്കി, ജനം വിശ്വസിച്ചു മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘമാണ് എന്ന്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സുനാമിയുടെ പേരിൽ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അന്ന് ഇവർ തോറ്റു, കുറ്റിപ്പുറത്ത് തോറ്റിട്ട് പിന്നെ അവിടെ മത്സരിക്കാൻ പോലും പിന്നീട് തയ്യാറായില്ല. ആ ഭാഗത്തേക്കേ പോയില്ല, പിന്നെ വേങ്ങരയിലേക്കാണ് പോയത്. നമ്മൾ കണ്ടല്ലോ. ഇതെങ്ങനെ ഉണ്ടായി? എന്നിട്ട് കെ ടി ജലീലിനെ എന്തോ ഒരു മോശക്കാരനായി ചിത്രീകരിക്കാൻ പരിശ്രമിക്കുക. പിന്നെ ശ്രീകുമാർ സാറിനെ പോലെയുള്ള ആളുകൾ പറയുകയാണ് കെ ടി ജലീലിനെ വീണ്ടും മന്ത്രിയാക്കിയില്ല എന്ന്. കെ ടി ജലീലിനെ മാത്രമല്ല, തോമസ് ഐസക് ഇല്ലായിരുന്നോ? ശൈലജ ടീച്ചർ ഇല്ലായിരുന്നോ? എം എം മണി ഇല്ലായിരുന്നോ? ടി പി രാമകൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നയമാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആകാതിരുന്നത്.